ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അതിനായിട്ട് രണ്ട് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യുന്നു, എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി. എ ആൻഡ് ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ്, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻറ്റുമാണെങ്കിൽ, ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് a into f of t plus b into g of t equal to a into Laplace transform of f of t plus b into Laplace transform of g of t. ഇങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രൂഫ് നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി equal to integral 0 to infinity e raised to minus st f of t dt. അപ്പോൾ ഇവിടെ ഈ ഒരു കർലി ബ്രേസസിനകത്ത് വരുന്ന ഇതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st ഇൻറ്റു എ എഫ് ഓഫ് ടി plus b g of t dt. ഇതിനെ ഇനി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? അപ്പോൾ ഇവിടെ നിന്ന് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st a f of t plus e raised to minus st b g of t dt. ഇനി ഇൻറ്റഗ്രലിനെ രണ്ട് പാർട്ടാക്കാം. രണ്ട് പാർട്ടായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇതിനെന്താവും? ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st a f of t plus f of t dt plus integral 0 to infinity e raised to minus st b g of t dt. കോൺസ്റ്റന്റ് a പുറത്തേക്ക് എടുത്താൽ a ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st f of t dt പ്ലസ് ഈ ബിയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ബി ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st g of t dt. ഈ ഇൻറ്റഗ്രലിനകത്ത് വരുന്ന ടേംസ് ഇതെന്ന് പറയുന്നത് എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ഇവിടെ ഇൻറ്റഗ്രലിനകത്ത് വരുന്ന ഈ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി. ഇക്വേഷൻ ഇങ്ങനെ മാറും, ഈക്വൽ ടു എ ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം വേണമെന്ന് വിചാരിക്കുക, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 മൈനസ് കോസ് 2t ബൈ 2 എന്ന് എഴുതുക. എന്നിട്ട് അതിനെ 1/2 മൈനസ് കോസ് 2t ബൈ 2. ഇതിനെന്ത് ചെയ്യാം? രണ്ട് ഫംഗ്ഷനായിട്ട് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി എന്ന് കൺസിഡർ ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ സെയിം ആയിട്ട് വരുന്നതാണ് സൈൻ ക്യൂബ് ടി അല്ലെങ്കിൽ കോസ് ക്യൂബ് ടി, കോസ് സ്ക്വയർ 2t. അങ്ങനെ വരുന്ന ഇക്വേഷൻസൊക്കെ, അങ്ങനെ വരുന്ന പ്രോബ്ലംസൊക്കെ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്ത്, ഈ ലിനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം.